ഉലഹുവിനോട് ജോലിക്കാരിയുടെ കാര്യം പറഞ്ഞിരുന്നോ? ഉലഹുവിനോട് മാത്രമല്ല, ഈ ഉലകത്തിൽ പരിചയമുള്ള എല്ലാരോടും പറഞ്ഞിരുന്നു. ജോലിക്കാരി ഇല്ലാതെ നമ്മുടെ ലൈഫ് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോയില്ലോ. ഉലഹു പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഒരു ബ്രോക്കർ ഒരുത്തിയും കൊണ്ട് വന്നിരുന്നു. എന്നിട്ട് കണ്ടിട്ടൊരു വർക്കത്തൊക്കെ ഉണ്ട്. കല്യാണം കഴിച്ചതാ. ഇപ്പൊ ഭർത്താവുമായിട്ട് പിണങ്ങി അവിടെ വീട്ടിൽ തന്നെയാ. പ്രീ ഡിഗ്രി വരെ പഠിച്ചതാണത്രേ. ജീവിക്കാൻ വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് വീട്ടു ജോലിക്ക് ഇറങ്ങിയിരിക്കുക. വീടെവിടാ? ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ ദൂരെയാ. ഏതോ ഓടനാവട്ടമെന്നോ ഒലവക്കോടെന്നോ മറ്റാ പറഞ്ഞത്. ഏതായാലും എപ്പോഴും വീട്ടിൽ പോണെന്ന് പറയില്ല. പക്ഷെ ശമ്പളം ചോദിച്ചത് കുറച്ച് കൂടുതലാ. എത്രയാ? 600. എന്നിട്ട് നീ എന്ത് പറഞ്ഞു വിട്ടു? വിട്ടില്ല, നിക്കാൻ പറഞ്ഞു. കൈവിട്ട് പോയാ പിന്നെ കിട്ടാൻ പാടല്ലേ. 2 മാസം 500 വെച്ച് കൊടുക്കാം, പിന്നെ നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ 600 കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. അവൾ സമ്മതിക്കുകയും ചെയ്തു. കച്ചവടം ഉറപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? ഇന്ന് മുഴുവൻ ഞാൻ ഓഫീസിലുണ്ടായിരുന്നല്ലോ. 2-3 പ്രാവശ്യം ട്രൈ ചെയ്തതാ. അപ്പോഴൊക്കെ എൻഗേജ്ഡ്. ആ ബ്രോക്കർക്കാണെങ്കിൽ പോവാൻ ധൃതിയും. 1 മാസത്തെ ശമ്പളം അയാൾ കമ്മീഷനായിട്ട് ചോദിച്ചത്. രാഗിണി ചേച്ചി വിളിച്ച് ചോദിച്ചപ്പോ അത് കുറവാണെന്ന് അവരുടെ അഭിപ്രായം. അതുകൊണ്ട് ഞാനങ്ങ് കൊടുത്തു. ഊർമിളേ, ചായ കുടിച്ചിട്ടാണോ വന്നത്? എന്നാ മേടിച്ചു കുടി. കടുപ്പം കൂടിയാവോ? ഇല്ല, ഇത്രയും വേണം. ചായ നന്നായിട്ടുണ്ട്. അസലായിട്ടുണ്ട്. അമ്മ മരിച്ചേ പിന്നെ ഇത്ര രുചിയുള്ളൊരു പയർതിയിൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. സമാധാനായി. ഇനി ഇവളെ പറ്റിയും ചേട്ടൻ എന്തെങ്കിലും പരാതി പറയുമെന്നുള്ള പേടിയിലിരിക്കുന്നു ഞാൻ. നല്ല കൈപ്പുണ്യ. കുറച്ചു നാളെങ്കിലും നിന്നാ മതിയായിരുന്നു. എന്താ നിക്കില്ലേ? വീട്ടില് പ്രാരാബ്ദം കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞത്. അതെ, അറിഞ്ഞാ 100 പേരുണ്ടാവും കൊത്തിക്കൊണ്ടു പോവാൻ. എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും ഒന്നും ഈ നാട്ടിൽ ഒരു പഞ്ഞമില്ല. വീട്ടു ജോലിക്കാർക്കാ പഞ്ഞം. അതുകൊണ്ട് ചേട്ടൻ ദുർമുഖം കാട്ടി ഓടിക്കാതിരുന്നാ മതി. നല്ല കൈപ്പുണ്യം വൃത്തിയാക്കണ്ടെങ്കിൽ ഞാനെന്താ ദുർമുഖം കാണിക്കുന്നത്? തീയല് ഇഷ്ടായി തോന്നുന്നു. കുറച്ചുകൂടി വിളമ്പട്ടെ? തീയല് മാത്രമല്ല, എല്ലാ കറികളും അസലായിട്ടുണ്ട്. വിളമ്പിക്കോളൂ. മതി, കുറച്ചുകൂടി കഴിക്കുന്നേ. മതി. ദേ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും തേങ്ങാ ചമ്മന്തി പോരെ? മതി. അല്ല, കിടക്കുന്നില്ലേ? കുറച്ച് കഴിയട്ടെ, ഇത്തിരി കൂടി പണിയുണ്ട്. ഓഫീസിൽ വെച്ച് വരയ്ക്കുന്ന പോരെ വീട്ടിലും വേണോ വരപ്പ്? ഓഫീസിൽ ഡിസ്കഷനും മറ്റുമല്ലേ നടക്കൂ. ഇവിടെ ആവുമ്പോ ഇത്തിരി സ്വസ്ഥതയുണ്ട്. ദേ, നീ ഒന്ന് നോക്കിയേ, ഈ പ്ലാൻ എങ്ങനെയുണ്ട്? ഇതൊന്നും കണ്ട എനിക്ക് മനസ്സിലാവത്തില്ല. വീട് കണ്ടിട്ട് വേണേ പറയാം കൊള്ളാവോ ഇല്ലയോന്ന്. അതാർക്കാ പറ്റാത്ത? ഒന്ന് ശ്രമിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഭർത്താവിന്റെ പ്രൊഫഷനിൽ ഭാര്യയുടെ സജഷൻസ് ഉള്ളത് എപ്പോഴും നല്ലതാ. ഇത്രയും കാലം ഞാൻ ഉണ്ടായിട്ടൊന്നുമല്ലല്ലോ ചേട്ടൻ എസ്റ്റാബ്ലിഷ് ആയത്. ഇനി അങ്ങനെ തന്നെ മതി. രാത്രി ഇരുട്ടിയിരിക്കുന്ന ശീലമുണ്ടെങ്കിൽ കടിഞ്ചായും മറ്റും വേണമെങ്കിൽ ഇടാം. അല്പം കിട്ടിയ തിരക്കേടില്ല. വീടിന്റെ പ്ലാനല്ലേ വരയ്ക്കണത്? ഞാൻ നോക്കിക്കോട്ടെ ചേച്ചി. അതിനെന്താ, നോക്കിക്കോ. 2-3 ബെഡ്റൂം, എല്ലാം അറ്റാച്ച്ഡ്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വരും? 1800. അപ്പോ ഒരു 10 ലക്ഷത്തിനടുത്ത് വരുമല്ലേ? എന്നാലും കുഴപ്പമില്ല, നല്ല ഫാഷനാ. ഇതുപോലൊരു വീട് നമുക്ക് സ്വപ്നം കാണാൻ നോക്കുവോ? കടഞ്ചായി ഇപ്പൊ കൊണ്ടുവരാം. ഇവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പോ? അവള് മിടിക്കുക. അയ്യോ വേണ്ട, ഞാൻ പൂവെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ചേച്ചി പറയുന്ന കേട്ടു ചെറിയ തൊണ്ടയടപ്പുണ്ടെന്ന്. ഇന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. പത്രം വായിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ ചൂടുവെള്ളം റെഡിയാക്കാം. ചേച്ചി എണീറ്റോ? ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാവേ. നീ എന്റെ ചിട്ടകളെ പറ്റി അവളോട് പറഞ്ഞോ? പറഞ്ഞു. ചുമ്മാതല്ല, ഞാൻ വിചാരിച്ച നല്ല ജോലിക്കാരികളെ കിട്ടുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? മറ്റേ പത്രം വന്നില്ലേ? എന്നാ പിന്നെ അത് വായിച്ചാ പോരെ?
നമ്മുടെ ദാമോദരൻ മേസ്ത്രി. ദാമോദരൻ മേസ്ത്രി സേവ്യർ സാറിന്റെ രണ്ടാമത്തെ നിലയുടെ കോൺക്രീറ്റ് പണിയിലായിരുന്നല്ലോ. പണി കഴിഞ്ഞു. എപ്പോ? ഇന്ന് ഉച്ചയ്ക്ക്. ബന്ധുക്കളേക്ക് വിവരം അറിയിച്ചോ? എന്തിന്? മേസ്ത്രി ഇതാ എവിടെ നിൽപ്പുണ്ട്. അടുത്ത കോൺക്രീറ്റ് പണി എവിടെയാണെന്ന് സാറിന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ള മനുഷ്യനെ ഞെട്ടിക്കുന്ന പോലെ സംസാരിക്കരുത്. ഒരു അർജന്റ് മാറ്റർ ആയതുകൊണ്ട് അതിന്റെ സീരിയസ്നെസ്സോട് കൂടി പറഞ്ഞു. അതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു? അതൊക്കെ പോട്ടെ, പുതിയ ജോലിക്കാരി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഒരുവിധം സോൾവ് ആയി കാണൂല്ലേ? സോൾവ് ആയി. ദാമോദരൻ മേസ്ത്രിയോട് ഞാൻ എന്ത് പറയണം? പോയി തൂങ്ങിച്ചാവാൻ പറടാ. ഞാൻ പറഞ്ഞു നോക്കാം, അയാൾ കേൾക്കുമെന്നറിയില്ല. അവസാനം എന്നെ ഒന്നും പറയരുത്. ശവം. ഇത് പണിയൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല. അത് വിഷ്ണുട്ടിയേ, ഇതെന്നാ ചാക്കില്? സിമെന്റാ? കുറച്ച് ബാക്കിയുണ്ട്. അതേ വിഷ്ണുട്ടി, നമ്മൾ അന്ന് പ്ലാൻ ചെയ്തില്ലേ ഫ്രണ്ടിന്റെ എലിവേഷൻ? അത് നമ്മൾ അന്ന് പറഞ്ഞ പോലെ ചെയ്തില്ലേ? തമാശ പറഞ്ഞു നിൽക്കാതെ വാ ചേട്ടാ. അപ്പോ പറഞ്ഞ പോലെ ഞാന് വെള്ളിയാഴ്ച രാവിലെ വരും. അതിന് മുമ്പ് പണി കഴിഞ്ഞിരിക്കണം. ഓ ശരി സാർ. യാത്രക്കുള്ള ഒന്നും എടുത്തു വെച്ചിട്ടില്ല. പക്ഷോ കഴിയുമ്പോ മണി 10 കഴിയും. ഓണോ മൃദു? പിന്നെ എന്നെ എന്തിനാ കെട്ടിയൊരുക്കിയത്? യാത്ര ഉണ്ടെന്ന് നേരത്തെ അറിയായിരുന്നില്ലേ? പരിസര ബോധമില്ലാതെ സംസാരിക്കരുത്. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ല. ദേഷ്യം വന്നാ പരിസരം നോക്കുന്ന സ്വഭാവം എനിക്കില്ല. നേരത്തെ പറഞ്ഞിരുന്നു. മതി. പോവാം. അയൺ ബോക്സ് ഒന്ന് കുത്തിവെക്ക്. ഇനി തേപ്പൊക്കെ കഴിഞ്ഞ് എപ്പോഴാണോ കിടന്ന് ഉറങ്ങുക? ഒന്ന് തഞ്ചപ്പെട്. കാത്തിരുന്ന് സിനിമയ്ക്ക് പോയതിന് ഇത്രയും പീഡനം വേണോ? ആ സിനിമ ഇന്ന് തന്നെ കാണും. നിനക്ക് എന്തായിരുന്നു ഇത്ര നിർബന്ധം? ഈ ആഴ്ച റിലീസായ പടമല്ലേ? ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് സമാധാനമായിട്ട് കണ്ടാ പോരായിരുന്നോ? യാത്രയ്ക്ക് ഒരുങ്ങുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാ. പെട്ടിയിൽ ഇനി എന്താ വെക്കേണ്ടെന്ന് നോക്കിയട്ടെ. എല്ലാം ഉണ്ട്. സമാധാനായല്ലേ? കണ്ട് പഠിക്കടി. പെണ്ണുങ്ങളായി അങ്ങനെ അറിഞ്ഞു പെരുമാറണം. ഓ പിന്നെ നിന്റെ പുല്ല് കോപ്പെടപാട്. സാറ് പുറപ്പെടാൻ നേരായി. ഒരു ദൂരയാത്ര പോകേണ്ടതാ. ദുശകനം ഉണ്ടാക്കാതെ അകത്ത് കയറിയിരിക്കെ. അയ്യോ ഒന്ന് നിക്കണേ. കാലി കൊടമായിട്ട് ഒരുത്തി വരുന്നു. അവക്ക് വരാൻ കൊണ്ടൊരു നേരം. ചേച്ചി ഒന്നിങ്ങോട്ട് വരുമോ? ഒന്നിവിടെ നിക്കണേ. ഒന്ന് ഇനി പൊയ്ക്കോളൂ. ചെന്നാൽ ഉടനെ വിളിക്കണേ, അല്ലെങ്കിൽ ചേച്ചി വിഷമിക്കും. ചേച്ചി ഇന്നെന്തത്ര നേരത്തെ? സാറിപ്പോ പോയതേ ഉള്ളൂ.
എനിക്കാണോ അവക്കാണോ ഈ വീട്ടിൽ സ്ഥാനം? അതെനിക്ക് ഇന്നറിയണം. അതിലെന്താ അത്ര സംശയം? നിനക്ക് തന്നെ പിന്നല്ലാണ്ടാർക്കാ? എന്നെ അങ്ങനെ മണ്ടിയാക്കാന്ന് കരുതണ്ട. ഞാനൊന്നും കാണുന്നില്ലെന്ന വിചാരം. നീ എന്ത് കണ്ടെന്നാ? എന്തോ മനസ്സിൽ വെച്ചോണ്ടാ നീ അവളോട് പെരുമാറുന്നത്. ഇവിടത്തെ ശീലങ്ങളുമായിട്ട് ഇണങ്ങി കിട്ടി ഒരുത്തിയ. അവളും കൂടി പോയി കഴിഞ്ഞാൽ വേറെ വേലക്കാരി തപ്പിയടക്കാൻ എന്നെ കിട്ടത്തില്ല. ഇവിടുത്തെ ശീലങ്ങളോ? നിങ്ങളുടെ ശീലങ്ങളായിട്ട് ഇണങ്ങിയതാണെന്ന് പറ. ഇതിനു മുമ്പ് ഇവിടെ പലരും നിന്നിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ മുഖത്ത് നോക്കാനോ എന്തെങ്കിലും രണ്ടക്ഷരം പറയാനോ നിങ്ങൾക്ക് വിമ്മിഷ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ ഇവളോട് മാത്രം എന്തൊരു കുഴഞ്ഞാട്ടം? ഒന്ന് പതുക്കാൻ. ഇനി നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയണ്ട. കേക്കട്ടെ, ആർക്കിടെക്ട് മഹേഷ് ശിവന് വേറൊരു വൃത്തികെട്ട മുഖം കൂടി ഉണ്ടെന്ന് നാലാൾ അറിയട്ടെ. തെറ്റെന്റേതാ. ചെറുപ്പക്കാരികളായ ജോലിക്കാരെ വീട്ടു ജോലിക്ക് നിർത്തരുതെന്ന് രാഗിണി ചേച്ചി എന്നോട് അന്നേ പറഞ്ഞതാ. എനിക്ക് എന്റെ ഭർത്താവിന് വിശ്വാസമാണെന്ന് ഞാൻ അവരോട് വീമ്പിളക്കി. എന്നിട്ട് ഇപ്പൊ അവര് പറഞ്ഞത് ശരിയായില്ലേ? എന്ത് ശരിയായെന്ന? ഇത്രയൊക്കെ ആയിട്ട് സമ്മതിക്കാൻ തയ്യാറല്ലല്ലേ? സൗന്ദര്യമുള്ള വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല. സത്യസന്ധമായ ഹൃദയം, അതാ ആദ്യം വേണ്ടത്. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം. ഞാൻ വിവാഹ ജീവിതത്തെ കുറിച്ച് എന്താണോ ആഗ്രഹിച്ചത് അതെന്റെ ഭാര്യയെന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി എന്റെ ദിനചര്യകളിലും പ്രൊഫഷനിലും സത്യസന്ധമായ വിമർശനങ്ങളും അഭിപ്രായങ്ങളും നടത്തുന്ന എന്തും പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിത പങ്കാളിയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഭാവി വരേണ്ട ഇംഗിതങ്ങളൊന്നും അറിയാതെ വന്നു കയറുന്ന പെണ്ണ് വിവാഹാനന്തരം ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് പക്ഷക്കാരനൊന്നുമല്ല ഞാൻ. ഞാൻ എന്താണ്, എന്റെ ചിട്ടയും താല്പര്യങ്ങളും എന്താണ്, കുടുംബജീവിതത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങൾ എന്താണ്, ഇതൊക്കെ പലതവണ ഞാൻ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതല്ലേ. പക്ഷെ അതൊക്കെ നീ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയുക ചെയ്ത്. ഞാൻ കുടുംബജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അത് ഇവിടുത്തെ വേലക്കാരിയായി ഊർമിള മനസ്സിലാക്കി. ദിവസങ്ങൾ കൊണ്ട് എന്റെ ഇഷ്ടവും ഇഷ്ടക്കേടുകൾ അവൾ തിരിച്ചറിഞ്ഞു. അതനുസരിച്ച് അവൾ എന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, എന്നെ പരിചരിച്ചു. ഒരു ഭാര്യയെന്ന് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് ഇവിടുത്തെ വെറും വേലക്കാരി എനിക്ക് കിട്ടിയില്ലേ. കിടപ്പറ പങ്കിടാൻ വേണ്ടി മാത്രം ഒരു ഭാര്യ എനിക്ക് ആവശ്യമില്ല. അതെനിക്ക് നേരത്തെ ബോധ്യായി. നിങ്ങളുടെ മനസ്സിൽ ബോധിച്ചത് അവളാണെങ്കിലേ അവളുടെ കൂടെ കഴിഞ്ഞാൽ മതി. എങ്ങോട്ടാ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക. നിങ്ങളുടെ സംസാരമെല്ലാം ഞാൻ കേട്ടു. എല്ലാം മൃദുലയുടെ തെറ്റിദ്ധാരണയാ. എന്തിനും പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഉണ്ടാക്കാൻ താനാരാ? സുപ്രീം കോടതി ജഡ്ജിയോ? പോട്ടെ, തടയണ്ട.